ലോൺ എടുക്കുമ്പോൾ കോ അപ്ലിക്കൻസിനെ ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ലോൺ എടുക്കുന്ന ആളുടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന് നല്ല ക്രെഡിബിലിറ്റികളായിരിക്കും. അപ്പൊ ബാങ്കിന് അതിൽ കുറച്ചും കൂടി ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോ താങ്കൾ ലോൺ എടുക്കാന്ന് വെച്ചാൽ താങ്കളുടെ ഹസ്ബൻഡിനെ കോപ്ലിക്കന്റ് ആയിട്ട് റോപ്പ് ചെയ്യാൻ പറ്റും. നോർമലി ബ്ലഡ് റിലേറ്റീവ്സിനാണ് റോപ്പ് ചെയ്യാൻ പറ്റുന്നത്. ചില ബാങ്കുകൾ ഔട്ട്സൈഡറിന് സമ്മതിക്കുന്നുണ്ട്. ന്യൂ ജനറേഷൻ ബാങ്ക്സ് അല്ലാതും ബ്ലഡ് റിലേറ്റീവിനെ വേണം, അതായത് ബ്ലഡ് റിലേറ്റീവ്സ് മാത്രമാണ് റോപ്പ് ചെയ്യാനായിട്ട് സമ്മതിക്കുക. അപ്പൊ നമുക്കത് വെച്ചാൽ ബ്ലഡ് റിലേറ്റീവും കൂടിയ പിക്ചറിലുണ്ട്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കൺസിഡറേഷനിലാണ് കോപ്ലിക്കന്റ് റോപ്പ് ചെയ്യാൻ പറയുന്നത്, കേസിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ലോൺ എടുത്ത ആൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കോപ്ലിക്കന്റ് അടക്കണം. കോപ്ലിക്കന്റിനെ ബാധിക്കും അത്. പല കേസുകളും കണ്ടിട്ടില്ലേ, അതായത് ഗ്യാരണ്ടർ സിബിൽ പ്രശ്നം, അതായത് ഇദ്ദേഹം അടച്ചില്ലേ ഗ്യാരണ്ടർക്കും പ്രശ്നമാണ്, അദ്ദേഹം ഭാവിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റാത്ത അവസരം വരും. അപ്പൊ രണ്ടുപേരിൽ ആരെങ്കിലും അടയ്ക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അതുകൊണ്ടാണ് ബാങ്ക് അങ്ങനെ ഒരു പ്രവണത കൊണ്ടുവരുന്നത് ചില കേസുകളിൽ. ശരി. അപ്പൊ ഇത്രയും വിവരങ്ങൾ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കൂടുതൽ അറിയാനായി താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൾ ചെയ്യുക. താങ്ക്